അറ്റകുറ്റപ്പണികൾക്കും ഇന്റർലിങ്കിനുമായി വാട്ടർ അതോറിറ്റി പമ്പിംഗ് നിർത്തിവെക്കുമ്പോൾ തീരദേശ ഗ്രാമമായ അഞ്ചുതെങ്ങ് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കില്ല എന്ന വാർത്തയെ തുടർന്ന് അഞ്ചുതെങ്ങിലെ ജനപ്രതിനിധികൾ ആറ്റിങ്ങലിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി. CPM അഞ്ചുതെങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ഇവർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം ഈയിടൊരു കത്തുണ്ടായിരുന്നു. ഒരു മാസക്കാലത്തേക്ക് അഞ്ചുതെങ്ങ് പോലുള്ള പ്രദേശങ്ങളിൽ ഈ വാട്ടർ ടാങ്കിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാകുന്നതിന് തടസ്സമുണ്ടാകും, അത് ജനങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞൊരു ഒരു കത്തുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ജനപ്രതിനിധികളും പാർട്ടി നേതാക്കന്മാരും ചേർന്ന് ഇന്നിവിടെ വന്നിട്ടുള്ളത്. വന്ന് ഒരുമായി സംസാരിച്ചപ്പോഴുണ്ടായ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നും ഇപ്പോൾ രണ്ട് ടാങ്കിൽ വഴിയാണ് നമുക്ക് വെള്ളം തന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ടാങ്കിൽ പൂർണ്ണമായും ഇപ്പോഴും നിലവിൽ വെള്ളം ലഭ്യമായിക്കൊണ്ടിരിക്കും. ഒരു ടാങ്ക് മാത്രമാണ് അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി, ചോർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പണിക്ക് വേണ്ടി പൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഫോഴ്സിൽ ഇപ്പോൾ നമുക്ക് വെള്ളം ലഭ്യമാകും. അങ്ങനെ വെള്ളം ലഭ്യമാകുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ ഗ്രാമപഞ്ചായത്ത് ഇവിടത്തേക്ക് നമുക്ക് ടാങ്കർ ലോറി അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അതിൽ വെള്ളം ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്താം, അനാവശ്യമായ തയ്യാറെടുപ്പ് നടത്താമെന്ന് ഈ ഉറപ്പ് വന്നിട്ടുണ്ട്. തീരദേശ ഗ്രാമമായ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ജലമാണ് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. 30 ദിവസക്കാലം വെള്ളം ലഭിക്കാതിരുന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതമായി മാറുമെന്ന് ജനപ്രതിനിധികൾ പരാതിപ്പെട്ടു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് CPI അഞ്ചുതെങ്ങ് ലോക്കൽ കമ്മിറ്റി ഇടപെട്ട് വാട്ടർ അതോറിറ്റി അധികാരികൾക്ക് പരാതി നൽകിയത്. തുടർന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയത്തും കുടിവെള്ളം തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും എന്തെങ്കിലും കാരണവശാൽ തടസ്സമുണ്ടായാൽ ആ പ്രദേശങ്ങളിൽ സമാന്തരമായി കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരക്കാർക്ക് ഉറപ്പു നൽകി. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ പണി പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടി സുലഭമായി വെള്ളം എത്തുന്ന തരത്തിലേക്കുള്ള ഒരു പണിയാണ് നടക്കുന്നത്. കാര്യം 300 വ്യത്യാസമുള്ള പൈപ്പ് വഴി കൂടെ വെള്ളം താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് 500 MT ആക്കുന്ന ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 500 ഉള്ള പൈപ്പിലേക്കാണ് വെള്ളം വരുന്നതെങ്കിൽ അഞ്ചുതെങ്ങ് പ്രദേശത്ത് സുലഭമായി വെള്ളം എത്താൻ കഴിയുന്ന, സ്പീഡിൽ വെള്ളം എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ആ വെള്ളം നമുക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾക്കുള്ള കുറവാണ്. ആ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കുറച്ച് ദിവസത്തെ ഒരു തടസ്സം പൂർണ്ണമായും നമ്മൾ അതിനോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ആശങ്ക 30 ദിവസക്കാലം നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ പോലുള്ള പ്രദേശത്ത് അപ്പുറവും ഇപ്പുറവും കടലും കായലുമായി കിടക്കുമ്പോൾ അതിൻ്റെ നേർരേഖ പോലുള്ള പ്രദേശത്ത് പ്രഭാവമുള്ളത് ഏതാണ്ട് 25,000-ഓളം വരുന്ന ജനസംഖ്യയുണ്ട്. അവർ ഏക ആശ്രയം ഈ പൈപ്പ് വെള്ളം മാത്രമാണ്. അപ്പോൾ അതിന് നമ്മൾ തടസ്സം ഉണ്ടാകുന്ന തരത്തിലല്ല ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇയുടെയും അതുപോലെ AICയുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആ രീതിയിൽ അവർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ വളരെ സ്നേഹത്തോടെയും ഗൗരവത്തോടെയും തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. തുടർന്നൊരു സമയം ഉണ്ടായാൽ തടസ്സമുണ്ടായാൽ പകരം സംവിധാനത്തിനും അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഇവിടെ നടന്ന ചർച്ചയും അനുബന്ധിച്ചുള്ള വിഷയം. ഇതിനെ തുടർന്നാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. ലൈജു, CPIM ഏരിയ കമ്മിറ്റി അംഗം അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. പ്രവീൺ ചന്ദ്ര, അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിജ ബോസ്, സ്റ്റീഫൻ ലൂയിസ്, സജി സുന്ദർ, ഫ്ലോറൻസ് സോഫിയ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.